ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, കർത്താവിനിട്ട് പണി കൊടുക്കാനായിട്ട് കുറേ പ്രമാണികളും അധികാരികളും വരിക. അവർ വന്നിട്ട് പറയുന്ന കാര്യം ഒരു വല്ലാതെ അങ്ങ് കർത്താവിനെ സുഖിപ്പിക്കുകയാണ്. ആദ്യം നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ കാര്യം പറയുന്നവനാണ് ഒക്കെ ഞങ്ങൾക്കറിയാം. ഏതവനും കേൾക്കുമ്പോൾ നല്ലതാണ്, സുഖിക്കും. എന്നിട്ട് പറയുന്ന ചോദ്യം പോലും അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? വളരെ ചെറിയ ഒരു ചോദ്യമായിട്ട് തോന്നും. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അത് യെസ് എന്നാണെങ്കിലും നോ എന്നാണെങ്കിലും കർത്താവിന് പണി കിട്ടും, അതുറപ്പാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നത്, എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ചോദ്യവുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താ? യഹൂദരാണ് റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി നികുതി കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. സ്വന്തം ജനം ഇങ്ങനെ വിദേശ ശക്തിക്ക് വേണ്ടി നികുതി കൊടുക്കുന്നത് ഒരാളും ഇഷ്ടപ്പെട്ടിരുന്ന കാര്യമല്ല. ഇതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഒരു രാജാവ് വരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദർ കാത്തിരിക്കുന്നത്. ഒരു പരിധിവരെ ഈ ജനം കർത്താവിനെ കണ്ടപ്പോൾ ഇവനാണ് ഞങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നവൻ എന്നൊരു ചിന്തയും യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നികുതി കൊടുക്കുന്നത് ശരിയാണ് എന്ന് കർത്താവ് പറഞ്ഞാൽ ഈ സ്വന്തം ജനം തന്നെ ഇവനെ കല്ലെറിയും. കാരണം യഹൂദർക്ക് അനിഷ്ടമായിട്ടുള്ള ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യം അത് ശരിയാണ്, നിയമാനുസൃതമാണെന്ന് കർത്താവ് പറഞ്ഞാൽ ഉറപ്പാണ് പണി കിട്ടും. എന്നാൽ നികുതി കൊടുക്കേണ്ട എന്ന് പറഞ്ഞാലോ, രാജ്യത്തിൻ്റെ നിയമത്തെ ലംഘിച്ചവൻ എന്ന് പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി വിചാരണ ചെയ്യാനും തടവിലാക്കാനും പറ്റും. അതാ ഞാൻ പറഞ്ഞ് കർത്താവിനിട്ട് ഒരു 1.5 പണി കൊടുക്കാനാണ് ഈ അധികാരികളും പ്രമാണികളും വന്നിരിക്കുന്നത്. അവരുടെ ചോദ്യത്തിന് ക്രിസ്തു നൽകുന്ന മറുപടി അന്നും ഇന്നും ഏത് സമൂഹത്തിലും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. അവൻ പറയുന്നത് എന്താ? നികുതിക്കുള്ള നാണയം നിങ്ങൾ എന്നെ കാണിച്ചു തന്നു. അവർ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു നാണയം. ക്രിസ്തു അവരോട് ചോദിക്കുന്നുണ്ട്, ഈ നാണയത്തിലുള്ള രൂപവും ലിഖിതവും ആരുടേതാണ്? അവർ പറഞ്ഞു, ഇത് കാണുന്നത് സീസറിൻ്റെതാണ്, രൂപവും ലിഖിതവും ഒക്കെ. അപ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് പ്രസക്തമായ കാര്യം. സീസറിനുള്ളത് സീസറിനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും. നിൻ്റെ കയ്യിലുള്ള നാണയത്തിലുള്ള രൂപവും ലിഖിതവും സീസറിൻ്റേതാകുമ്പോൾ അത് സീസറിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ നിൻ്റെ കൈവെള്ളയിലെ രേഖ, നിൻ്റെ ജീവിതം, അതാർക്ക് സ്വന്തമാണ്? വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ അവകാശപ്പെട്ടത് ഏതാ? സീസറിൻ്റെ രൂപമുള്ളത് സീസറിന് അവകാശപ്പെട്ടതെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നീ ദൈവത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് വലിയ ഒരു ഓർമ്മപ്പെടുത്തല. എന്നിട്ടും നീ ദൈവത്തിന് തന്നെ പണി കൊടുക്കാൻ വന്നിരിക്കുന്നു. അതാണ് ഇന്നത്തെ പ്രശ്നമേ. ഇന്ന് സമൂഹത്തിലും കൂട്ടായ്മയിലൊക്കെയുള്ള വലിയ പ്രശ്നം ഇത് തന്നെയാണ്. കൂടെ നിന്ന് നിന്നെ ബലപ്പെടുത്താൻ വരുന്നവന് പോലും പണി കൊടുക്കുന്ന, പാരവിക്കുന്ന രീതികൾ ഇന്ന് സമൂഹത്തിൽ കൂടി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, ദൈവത്തിന് അവകാശപ്പെട്ട നീ ദൈവത്തിൻ്റേതല്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളതും ഓർമ്മപ്പെടുത്തുക. എന്ന് വെച്ചാൽ അപരൻ അവകാശപ്പെട്ടത് അതെന്തുമായി കൊള്ളട്ടെ, അത് എൻ്റേതാണെന്ന രീതിയിൽ കൈവശപ്പെടുത്താൻ പോകുന്നതും അപരാധം തന്നെ എന്നീ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നു പോകുന്ന ഒരു വലിയ വീഴ്ചയാണ്, അപരാധമാണ്. എന്ത്? എനിക്ക് അവകാശപ്പെടാത്തത് അന്യൻ്റെ മുതൽ അതെങ്ങനെയെങ്കിലും എൻ്റേതാക്കി അതെൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, അതും ഈ പറയുന്ന
കർത്താവിൻ്റെ നീതിക്ക് വിഘാതമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് വചനം ഓർമ്മപ്പെടുത്തുക, നീ നിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകുക. അപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് നൽകുന്ന മറ്റൊരു സത്യമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഛായയാണെങ്കിൽ എൻ്റെ സഹോദരനും അതേ ഛായയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ട വലിയൊരു ആദരവുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട് എൻ്റെ സഹോദരനോട്, എന്നോട് കൂടെയുള്ളവനോട് എന്നുള്ളതും ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട്. ആകയാൽ അനുഗ്രഹത്തിൻ്റെ ഈ അൾത്താരയിൽ കർത്താവിൻ്റെ ബലിയർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കട്ടെ, എൻ്റെ ദൈവമേ, ഞാൻ നിൻ്റെ സ്വന്തമായിരുന്നിട്ടും ഇന്നോളം ഞാനത് തിരിച്ചറിയാതെ പോയി എന്നുള്ള അപരാധം. അതോടൊപ്പം എൻ്റെ സഹോദരനും നിൻ്റെ മുഖം തന്നെയാണ് എന്ന തിരിച്ചറിവില്ലാതെ ഞാൻ അവനെ ശത്രുവായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ തടസ്സമായിട്ടുമാണ് ഇന്നോളം കണ്ടുപോയത്. ഈ അപരാധങ്ങൾക്ക് മാപ്പും പൊറുതിയും തരണേ എന്ന പ്രാർത്ഥനയോടെ കൃപയുടെ ഈ ബലി ഒരുമിച്ചർപ്പിക്കാം.